പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 10 വർഷങ്ങൾക്ക് ശേഷം ക്ലിഫ് ഹൗസ് മാധ്യമ പ്രവർത്തകർക്കായി തുറന്നുകൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് കേട്ടോ ക്ലിഫ് ഹൗസ്. അവിടെയാണ് ഇന്നലെ UDFന്റെ യോഗം നടന്നത്. അതിന്റെ ദൃശ്യങ്ങൾ പകർത്താനാണ് മാധ്യമ പ്രവർത്തകരെ അനുവദിച്ചത്. നമ്മുടെ ഏഷ്യാനെറ്റിലെ ഉണ്ണി ബാലകൃഷ്ണന്റെ ആ സർജിക്കൽ സ്ട്രൈക്കിന്റെ ആ ഇൻട്രോ കേട്ട് രോമാഞ്ചം കൊള്ളണോ അത്ഭുതം കൂറണോ എന്നറിയാതെ അന്തം വിട്ടിരുന്നു കേട്ടോ. 10 കൊല്ലത്തിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ മലക്കെ തുറന്നിട്ടിരിക്കുന്നു. അത്രേ ഒരത്ഭുതമാണ്, ഒരത്ഭുത വാർത്തയാണ്. ലോകാത്ഭുതങ്ങളിലൊന്നാണ്. 10 വർഷത്തിന് മുമ്പാണ് ഇതിനു മുമ്പൊരു മാധ്യമ പ്രവർത്തകൻ അവിടേക്ക് കയറിയിരിക്കുന്നത്. എന്തായാലും ഉണ്ണിയേട്ടൻ്റെ ആ വിശേഷങ്ങളിലേക്ക് നമുക്കൊരു യാത്ര പോവാം. എന്തുകൊണ്ടാണ് ഈ സംഭവം ഒരു പ്രധാനപ്പെട്ട വാർത്തയാകുന്നത്? എന്തുകൊണ്ടാണ് ഉണ്ണിയേട്ട? പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ. ഒറ്റ കാരണമേ ഉള്ളൂ കേട്ടോ. ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് തന്നെയല്ലേ ഉണ്ണിയേട്ടൻ തുടക്കത്തിൽ ഇൻട്രോയിൽ പറഞ്ഞത്, 10 വർഷത്തിന് ശേഷമാണെന്ന്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ അതിനൊന്ന് ബലപ്പെടുത്തിയെന്ന് മാത്രം. ആയിക്കോട്ടെ, ബാക്കി പറയൂ. 12 വർഷത്തിലൊരിക്കലാണല്ലോ മൂന്നാറിൽ നീലക്കുറിഞ്ഞികൾ പൂക്കുക. അതൊരു കൗതുകമാണ്. അതുകൊണ്ടാണ് അതൊരു വലിയ വാർത്തയാകുന്നത്. ഏതാണ്ട് അതുപോലെയാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസ് മാധ്യമ പ്രവർത്തകർക്കായി തുറന്നു കൊടുത്തത് വാർത്തയായിരിക്കുന്നത്. ഉണ്ണിയേട്ടൻ വളരെ ആവേശത്തിലും സന്തോഷത്തിലുമാണല്ലോ ഉണ്ണിയേട്ട. ഈ ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകർക്ക് അവിടേക്ക് ഒന്ന് പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ അതിന് മാത്രം സന്തോഷം കിട്ടുന്ന കാര്യമാണോ? ഉണ്ണിയേട്ടൻ തന്നെ പറയൂ, എന്താ അതിന്റെ കാരണം? മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ചില സന്ദർഭങ്ങളിൽ ക്ലിഫ് ഹൗസിലേക്ക് പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതാണ് കാര്യം. ആയിക്കോട്ടെ, കേൾക്കാം. അതിൽ മറക്കാനാവാത്ത 2 സന്ദർശനങ്ങളുണ്ട്. ഒന്നാമത്തേത് 2016 സംഭവിച്ചത്. അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയമാണ്. അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖം എടുക്കുന്നതിനാണ് ഞാൻ ക്ലിഫ് ഹൗസിലെത്തിയത്. അഭിമുഖത്തിന് അനുവദിക്കപ്പെട്ട സമയം രാത്രി 8 മണിയായിരുന്നു. ഞാൻ ഏതാണ്ട് 7:30 മണിയോടെ ക്ലിഫ് ഹൗസിലെത്തി. ആ സമയത്ത് കുറഞ്ഞത് 100-ലേറെ പേർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഖദർദാരികളായ കോൺഗ്രസുകാരുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ കാണാനായി എത്തിയ സാധാരണക്കാരുമുണ്ടായിരുന്നു. പറഞ്ഞു വന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ക്ലിഫ് ഹൗസിന്റെ സ്ഥിതിയാണ് കേട്ടോ. ഇനി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് 2019 ഒരിക്കൽ കൂടി ഔദ്യോഗികമായ ഒരു ആവശ്യത്തിന് ഞാൻ ക്ലിഫ് ഹൗസിലേക്ക് പോയിട്ടുണ്ട്. ഉണ്ണിയേട്ടൻ പറഞ്ഞുകൊണ്ട് വരുന്നത് 2 തവണ ക്ലിഫ് ഹൗസിൽ ഉണ്ണിയേട്ടൻ പോയിട്ടുണ്ട്. ഒന്ന് 2016 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, പിന്നെ 2019 പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെയല്ലേ ഉണ്ണിയേട്ടൻ അവിടെ പോയത്? ആണെങ്കിൽ ഉണ്ണിയേട്ടൻ നേരത്തെ ഇതിൻ്റെ ഇൻട്രോ സമയത്ത് പറഞ്ഞത് ഈ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഈ ക്ലിഫ് ഹൗസിൻ്റെ ഗേറ്റ് തുറന്നു കൊടുത്തിട്ടില്ല എന്നല്ലേ? അപ്പം എങ്ങനെയാണ് ഉണ്ണിയേട്ടൻ ഈ ക്ലിഫ് ഹൗസിൽ പോയത് 2019 പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ? സംശയം തോന്നിയതാണ് കേട്ടോ, ചോദിച്ചു എന്ന് മാത്രം. എന്നിട്ട് എന്താ മൊത്തത്തിൽ ഉണ്ണിയേട്ടൻ എന്താണ് പറഞ്ഞു വരുന്നത്? എന്താണ് ഉണ്ണിയേട്ടൻ്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് അറിയാനുള്ളൊരു താല്പര്യം കൊണ്ടാണ്. കേൾക്കട്ടെ. അങ്ങോട്ടേക്കുള്ള റോഡ് പോലും നിശബ്ദമായിരുന്നു. റോഡിന്റെ തുടക്കത്തിൽ തന്നെ ബാരിക്കേഡ് വെച്ച് വാഹനങ്ങൾ തടഞ്ഞ് പരിശോധന നടത്തിയിരുന്നു. ക്ലിഫ് ഹൗസിനുള്ളിലെത്തിയാൽ ആരെയും കാണാനുണ്ടായിരുന്നില്ല. കുറച്ച് പോലീസുകാർ മാത്രം. ആ വലിയ മതിൽക്കെട്ടാണ് ഇന്നലെ പൊളിഞ്ഞു വീണത്. അതുകൊണ്ടാണ് അതൊരു വലിയ വാർത്തയാകുന്നത്. ഇപ്പൊ ഉണ്ണിയേട്ടൻ പറഞ്ഞ എന്റെ പൊരുൾ മനസ്സിലായി എന്ന് പറഞ്ഞാൽ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവിടെ ഒരു പൂരപ്പറമ്പ് പോലെയായിരുന്നു. ആർക്കും എപ്പോഴും തോന്നിയ പോലെ കയറി ചെല്ലാവുന്ന ഒരിടമായിരുന്നു. അത് കേട്ടിട്ടുണ്ട് നമ്മൾ. ഉമ്മൻചാണ്ടി സാറിന്റെ കസേരയിൽ ഏതോ കുറച്ച് തലയ്ക്ക് സുഖമില്ലാത്ത ആൾ വന്നിരുന്നൊരു കഥയൊക്കെ പണ്ട് മാധ്യമങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ആയിരുന്നില്ല പിണറായി വിജയന്റെ കാലത്ത്. അവിടേക്ക് അങ്ങനെ ഓടിച്ചെല്ലാൻ പറ്റില്ലായിരുന്നു. സെക്യൂരിറ്റി വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എനിക്കൊരു സംശയമാണ് കേട്ടോ ഉണ്ണിയേട്ടാ. ഒരിക്കലും ഞാനും ഈ ക്ലിഫ് ഹൗസിൻ്റെ ആ ഗേറ്റിൻ്റെ മുന്നിലൂടെ പോകാൻ എനിക്കൊരു അവസരം ഉണ്ടായി. മറ്റൊരു മന്ത്രിയുടെ വീട്ടിലേക്ക് പോകുന്നത് ഈ മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ മുന്നിലൂടെ ആയിരുന്നു. അന്ന് അവിടെ പിണറായി വിജയൻ തന്നെയാണ് അവിടെ മുഖ്യമന്ത്രി. ഫ്രണ്ടിൽ ആ റോഡ് തുടങ്ങുന്നിടത്ത് ഈ പറഞ്ഞ പോലെ പോലീസുകാരുണ്ട്. അവരോട് നമ്മൾ പെർമിഷൻ നേരത്തെ നമ്മൾ മന്ത്രിയോട് അല്ലെങ്കിൽ അവിടെ സ്റ്റാഫിൻ്റെ പെർമിഷനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കയറി പോകാം. പക്ഷെ അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. പോലീസുകാരോട് നമ്മൾ ഐഡൻറ്റിറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓൾറെഡി അവിടേക്ക് വിളിച്ച് ചോദിക്കും, ഇങ്ങനെ വരുന്നുണ്ട്, വിടട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവർ വിടാൻ പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എൻട്രി കിട്ടും. പിന്നെ സുഖമായി നടന്നു പോകാം. വലിയ തിരക്കും ബഹളമൊന്നും ഉണ്ടാവില്ല. ആ ക്ലിഫ് ഹൗസിൻ്റെ മുന്നിലൂടെ പോയി. ക്ലിഫ് ഹൗസ് സാധാരണ പോലെ ഗേറ്റൊക്കെ അടച്ച് അവിടെ 2-3 പോലീസുകൾ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ പിണറായി വിജയനും കുടുംബവുമാണ് താമസിക്കുന്നതെന്നറിയാം. ഞങ്ങൾക്ക് അങ്ങോട്ടല്ല പോകേണ്ടിയിരുന്നു, മറ്റൊരു മന്ത്രിയുടെ വീട്ടിലേക്കായതുകൊണ്ട് ഞങ്ങൾ ആ വഴിക്ക് അങ്ങ് നടന്ന് മറ്റൊരു മന്ത്രിയുടെ വീട്ടിൽ പോവുകയും കാണുകയും ചെയ്തു. പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല. നമുക്കൊരു പെർമിഷൻ എടുക്കണം, ഒരു സിസ്റ്റം വർക്ക് ചെയ്തിരുന്നു, അതിന് വിധേയമായി നമ്മൾ പോയി എന്നേ ഉള്ളൂ. അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടതുകൊണ്ട് പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ ഒരു മന്ത്രിയുടെ പെർമിഷൻ കിട്ടാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല.
സ്വാഭാവികമായിട്ടും അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഓടിച്ചെന്നങ്ങ് കയറാൻ പറ്റില്ലല്ലോ. ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 80 കൊല്ലം മുമ്പ് തിരുവിതാംകൂർ മഹാരാജാവ് അന്ന് ഈ ബ്രിട്ടീഷ് അധികാരികൾക്ക് വന്നാൽ താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു റെസ്റ്റ് ഹൗസ് ആയിരുന്നു. അത് പിന്നീട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയും കേരളത്തിലൊരു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് വരികയൊക്കെ ചെയ്തപ്പോൾ മുഖ്യമന്ത്രിക്ക് താമസിക്കാനുള്ള എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ടൊരു വസതി സർക്കാർ ചെലവിൽ കൊടുക്കുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അവിടെ താമസിക്കണമല്ലോ, ഒരു കുടുംബമല്ലേ. അപ്പോൾ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഔദ്യോഗികമായിട്ട് പെട്ടെന്ന് ഉദ്യോഗസ്ഥരെ കാണേണ്ടി വരും, അല്ലെങ്കിൽ അതിഥികളെ സ്വീകരിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു വീട്ടിൽ നമ്മുടെ അതിഥികളെ സ്വീകരിക്കുന്ന പോലെ തന്നെ അദ്ദേഹവും മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കും അങ്ങനെ സ്വീകരിക്കുന്ന ഒരിടമാണ്. അപ്പോൾ അവിടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. അവരുടെ സ്വകാര്യമായ ഒരു താമസ സൗകര്യമാണ്. അവിടെ അല്ലാതെ തന്നെ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായിട്ടുള്ള ഓഫീസുണ്ട്. അതല്ലാതെ അവരവരുടെ പാർട്ടി മന്ദിരങ്ങളും ഓഫീസുകളൊക്കെ ധാരാളമുണ്ട്. സർക്കാർ കോൺഫറൻസ് ഹാളുകൾ, സർക്കാർ അതിഥി മന്ദിരങ്ങളൊക്കെ ധാരാളം ഈ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അവിടെ വെച്ചാണ് LDFൻ്റെ യോഗം സ്ഥിരമായി നടത്തുന്നത്. തിരുവനന്തപുരത്തെ AKG സെൻട്രലിലാണ്. അവർക്ക് അവിടെ ഒരു സംവിധാനമുണ്ട്. CPMന് അവിടെ ഒരു സൗകര്യമുണ്ട്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിഥി മന്ദിരങ്ങളിലോ സർക്കാരിൻ്റെ കോൺഫറൻസ് ഹാളിലോ ഒക്കെ ചേരാറുണ്ട്. UDFനും അതുപോലെ ഉപയോഗിക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ UDF അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഔദ്യോഗികമായി ക്ലിഫ് ഹൗസിലേക്ക് മാറി. അവിടെ വെച്ചിട്ട് ചിലപ്പോൾ UDF യോഗം നടത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് പിന്നെ ക്ലിഫ് ഹൗസിലേക്കല്ലാതെ മറ്റെവിടേക്കെങ്കിലും പത്രപ്രവർത്തകരോട് വരാൻ പറയുമോ? അതിന് മാധ്യമ പ്രവർത്തകരെ അങ്ങോട്ട് വിളിക്കും. ഇതിലിത്ര അതിശയവും അത്ഭുതവും സ്ട്രൈക്കിംഗ് ന്യൂസും എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഉണ്ണിയേട്ടാ. UDFൻ്റെ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ വിളിക്കുന്നു, മാധ്യമപ്രവർത്തകരെ വിളിക്കുന്നു, അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പെർമിഷൻ തരുന്നു. അല്ലാതെ അവരെ ഇന്ദിരാഭവനിലേക്ക് വിട്ടാൽ ഇതിൻ്റെ ഫോട്ടോ കിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അവർ അതിൻ്റെ ഫോട്ടോ എടുത്തതിന് ശേഷം ഞങ്ങൾ UDF യോഗം നടത്തി, അതിൻ്റെ ഫോട്ടോ ഇതാ എന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രസിദ്ധീകരിക്കും. അങ്ങനെയല്ല ഇവിടെ സംഭവിച്ചത്. അതിൻ്റെ മര്യാദയല്ല. LDF അവരുടെ മുന്നണി യോഗം നടത്തുന്ന സാധാരണ അവർക്കതിനൊരു സംവിധാനമുണ്ട്. AKG ഭവനിൽ സ്ഥിരമായി അവർ കൂടാറുണ്ട്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് നടത്തും. അവിടേക്ക് നിങ്ങൾ പോയിട്ടില്ലേ? അതോ ഇതുവരെ LDFൻ്റെ മുന്നണി യോഗമൊന്നും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക ഉണ്ടായിട്ടില്ലേ? മാധ്യമപ്രവർത്തകരെ ആദ്യമായിട്ടാണോ ഒരു മുന്നണി യോഗം റിപ്പോർട്ട് ചെയ്യുന്നത്? ഈ UDF അധികാരത്തിൽ വരുമ്പോൾ ക്ലിഫ് ഹൗസ് തുറന്നു കിട്ടുകയും അവിടെ മാത്രമേ ഈ മുന്നണി യോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുകയുള്ളൂ അങ്ങനെയൊന്നുമില്ലല്ലോ. അങ്ങനെയല്ലല്ലോ രീതി. ഒരുപക്ഷെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് അതായിരിക്കും ഇഷ്ടം. അദ്ദേഹത്തിന് അത് ഇഷ്ടമായിരിക്കാം. പിണറായി വിജയൻ ഒരുപക്ഷെ ക്ലിഫ് ഹൗസ് തൻ്റെ സ്വകാര്യ വസതിയും തൻ്റെ കുടുംബത്തിൻ്റെയും സ്വകാര്യ നിമിഷങ്ങളും അല്ലെങ്കിൽ അപൂർവ അവസരങ്ങളിൽ അതിഥികളെ സ്വീകരിക്കുകയോ, ഒരിക്കൽ ഉണ്ണിയേട്ടൻ തന്നെ പറയുകയുണ്ടായി 2019 ഞാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അവിടെ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ പറയുന്നത് ഉണ്ണിയേട്ടൻ തന്നെ റദ്ദ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ച് മുന്നണി യോഗം നടത്തിയാലല്ലേ മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് വിളിക്കാൻ പറ്റൂ? അങ്ങനെ അവർ ചെയ്തിട്ടില്ലെന്നേ. LDF അങ്ങനെ അത് ചെയ്തിട്ടില്ല. അവർ അവരുടെ സംവിധാനം വെച്ച് ചെയ്തു. UDF ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ സമയമോ സൗകര്യമൊക്കെ വെച്ച് ചിലപ്പോൾ ഈ ഘട്ടത്തിൽ അവിടെ വെച്ച് ക്ലിഫ് ഹൗസിൽ വെച്ച് ചെയ്തു കാണും. അതിലിത്ര അത്ഭുതമൊന്നുമില്ല ഉണ്ണിയേട്ടാ. അതിൽ വലിയ ഈ കേരളത്തിൻ്റെ പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു ന്യൂസും അല്ല, ഒരു സ്ട്രൈക്കിംഗ് ന്യൂസും അല്ല. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേരളം ഇപ്പോൾ പ്രളയത്തിൽ മുങ്ങി നിൽക്കുകയല്ലേ. അതിനെന്ത് ഈ സർക്കാർ ചെയ്യുന്നു? അതിനെന്ത് ഈ സർക്കാർ നടപടികൾ ചെയ്യുന്നു? അതിന് ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ ഈ ക്ലിഫ് ഹൗസിലേക്ക് ഈ മാധ്യമപ്രവർത്തകരെ ഇതുവരെ വിളിച്ചിട്ടുണ്ടോ ഉണ്ണിയേട്ടാ? അതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്, മാധ്യമപ്രവർത്തകർ ആലോചിക്കേണ്ടത്. UDFൻ്റെ യോഗം അവിടെ വെച്ച് നടത്തിയാലെന്ത്, വേറൊരിടത്ത് വെച്ച് നടത്തിയാലെന്ത്? പക്ഷേ എമർജൻസി സിറ്റുവേഷനിൽ ഈ കേരളം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോൾ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഇതാ ഇന്ന നടപടികളാണ് ഇവിടെ നടക്കുന്നത്, നിങ്ങളും കൂടെ സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും മീറ്റിംഗ് അവിടെ വെച്ച് നടത്തിയോ? എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. ഉണ്ണിയേട്ടൻ അറിയുമെങ്കിൽ അത് മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കായി നടത്തിയാൽ നന്നായിരുന്നു. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.